الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ ദീനിനെ പരിപൂർണമായി ഉൾക്കൊണ്ട് പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിലെ സലഫുകളുടെ മാർഗം, മുൻഗാമികളുടെ മാർഗം, ചരിത്രത്തിൽ ഒരുപാട് മാതൃക കാണിച്ച് ജീവിച്ചുപോയ സ്വഹാബത്തിന്റെ വഴി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ച പോലെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വിശ്വാസി ജീവിച്ച് മുന്നോട്ടു പോകുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സുപ്രധാനമായ മാർഗം. ഇസ്ലാമിക ലോകത്ത് സലഫുകൾ എന്ന് പറഞ്ഞാൽ, മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സച്ചരിതരായ സ്വഹാബത്തിന് പറയുന്ന പദപ്രയോഗമാണ്. മുൻകടന്നവർ, ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാതൃകയാക്കാനും അവരെ പിൻപറ്റാനും നമ്മളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം എങ്ങനെയാണ്? ആരാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിന്റെ പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളൊരു ജനതയെ പിൻപറ്റി ജീവിക്കുന്നുവെങ്കിൽ, മരണപ്പെട്ടു പോയൊരു ജനതയെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ അത് സ്വഹാബത്തിനെയാവണം. കാരണം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്. മാത്രമല്ല അവർ തെഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച ആളുകളാണവർ. ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അഅമഖഹ ഇൽമൻ, അഗാധമായ ഇൽമിന്റെ പാണ്ഡിത്യത്തിന്റെ ഉടമകളാണ്. അകല്ലുഹ തകല്ലുഫൻ അഅമഖഹ ഇൽമൻ അബർറഹ ഖുലൂബ്, പവിത്രമായ ഹൃദയത്തിന്റെ ഉടമകളാണ് അവർ എന്നിങ്ങനെ സ്വഹാബത്തിന്റെ ഫضലുകൾ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുൻഗാമികളെ സംബന്ധിച്ച് വിവരിക്കുന്നത്, സ്വഹാബത്തിനെ സംബന്ധിച്ച് വിവരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫത്തബിഊഹും, നിങ്ങൾ അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മരണപ്പെട്ടു പോയ ഒരു ജനതയെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനയും കഴിഞ്ഞാൽ നിങ്ങളൊരു ജനതയെ നിങ്ങൾ റോൾ മോഡലായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്തിനെയാവണമെന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമരായ ആളുകൾ, എന്റെ സമൂഹത്തിൽ ഉത്തമർ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് 3 ജനതയെ അല്ലെങ്കിൽ 3 വിഭാഗം ആളുകളെ, ഖൈറുന്നാസി ഖർനി, ഉത്തമരായ തലമുറ അത് എന്റെ തലമുറയാണ്, സ്വഹാബത്താണ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബികളാണ്. പിന്നെയാണ് സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത് കാണാം. സ്വഹാബത്തിന്റെ മഹത്വം പഠിപ്പിച്ചിടത്ത് والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه أعد لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. പരിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗമാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. മുൻഗാമികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ മുൻകടന്നവർ, ഹിജറ ചെയ്തവരായ മുഹാജിറുകളും അതേപോലെ തന്നെ അൻസ്വാരികളായ മദീനക്കാരെയും കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചു. അവരെയും അവരെ പിൻപറ്റി ജീവിച്ചവരെയും കുറിച്ച് ഖുർആൻ പറയാണ്. നിങ്ങൾ അവരെ പിൻപറ്റി ജീവിക്കണമെന്ന് പറഞ്ഞല്ലോ. അവരെ അനുസരിച്ചും അവരുടെ ആ ചര്യകളെ പിൻപറ്റിയും നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റളിയല്ലാഹു അൻഹും വറളു അൻ. ഇത് സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ്, താബീങ്ങളുടെ പ്രത്യേകതയാണ്, അൻസ്വാറുകളുടെ മുഹാജിറുകളുടെ പ്രത്യേകതയാണ്. അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അല്ലാഹ് തൃപ്തിപ്പെട്ട ഒരു ജനത ഖുർആനിൽ എടുത്തു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, അവരുടെ ചര്യകളെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, അതേ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ് അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചൊരു സ്വർഗത്തോപ്പുണ്ട് ആ സന്മാർഗത്തിന്റെ വഴി സ്വീകരിച്ചവർക്ക്. സഹോദരങ്ങളെ, എന്തേ കാരണമെന്നറിയുമോ? എല്ലാ രംഗങ്ങളിലും മാതൃക കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി ജീവിച്ചവരാണ്. പവിത്രമായ ഖൽബിന്റെ ഉടമകളാണവർ. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സുഫിയാൻ ഇബ്നു ദീനാർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനോട് ചോദിച്ചത്, അതെ, പരസ്പരം കണ്ടുമുട്ടിയപ്പോ സുഫിയാൻ ഇബ്നു ദീനാർ ഇസ്ലാമിക ചരിത്രത്തിലെ താബിഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രഗൽഭനാണ്. അദ്ദേഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൂട്ടുകാരനെ പിൽക്കാലത്ത് കണ്ടുമുട്ടുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ സമയത്ത് സുഫിയാൻ ഇബ്നു ദീനാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോ അഖ്ബിർനി അൻ അഅ്മാലു മൻ കാനൂ ഖബ്ലനാ, ഞങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു തരാമോ? സുഫിയാൻ ഇബ്നു ദീനാറിന്റെ ചോദ്യം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ച ആ വ്യക്തിയോട്, അതായത് സ്വഹാബത്തിനെ കണ്ട് അറിഞ്ഞ് ജീവിച്ച ആ വ്യക്തിയോട് സുഫിയാൻ ഇബ്നു ദീനാറിന്റെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് മൻകാനു ഖബലന, എങ്ങനെയാണ് സ്വഹാബത്തിന്റെ ജീവിതം എന്ന്, അവരുടെ അമലുകളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്നാണ്. ആ സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, സുഫിയാൻ ഇബ്നു ദീനാറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ, കൂട്ടുകാരന്റെ വാക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാണ്, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഇബാദത്ത് ചെയ്താലും
ധാരാളം പ്രതിഫലം അവർക്ക് കിട്ടും. ഇബാദത്ത് കുറച്ചാണെങ്കിലും പ്രതിഫലം കൂടുതൽ വാങ്ങുന്ന ആളുകളാണവർ. അതെ, അവർ യഅമലൂന യസീറ വയുജറൂന കസീറ. കാനൂ യഅമലൂന യസീറ, അവർ അമലുകൾ കുറച്ചാണ് ചെയ്തതെങ്കിൽ പോലും വയുജറൂന കസീറ, ധാരാളമായി അമലുകൾ അവർ വാരിയെടുക്കും. ആ സമയത്ത് സുഫിയാൻ ഇബ്നു ദീനാറിന്റെ ചോദ്യമുണ്ട്, വലിമദാഖ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ, എന്തേ നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ, അവർക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ പറഞ്ഞ വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയം പവിത്രമായ ഹൃദയത്തിന്റെ ഉടമകളാണവർ. അസൂയയില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തെഖ്വയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നൊരു ഖൽബ് അവർക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെ തെഖ്വയിൽ അങ്ങനെയുള്ള ഖൽബിന്റെ ഉടമകളാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ. ആ സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവരുടെ ചര്യകൾ നിങ്ങൾക്ക് മാതൃകയാണെന്നും പാഠമാണെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാണാം. വഫാത്തിന്റെ നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതു കാണാം. അതെ, സ്വർഗ്ഗത്തിൽ മണിമാളിക അല്ലാഹു ഉമറിന് വേണ്ടി ഒരുക്കി വെച്ചു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലുകൾ കാണാം. അതെ, അൻത ഫാറൂഖ് യാ ഉമർ, ഉമറേ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവനാണ് ഉമറേ താങ്കൾ. ഇത് റസൂലുള്ള പറഞ്ഞ ഫദ്ലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഉമറിന്റെ ഈമാനിന്റെ കരുത്തു പറയുകയാണ്. ഉമറിനെ എങ്ങാനും പിശാച്ച് കണ്ടാൽ കിലോമീറ്ററുകൾക്കപ്പുറം പിശാച്ചോടി രക്ഷപ്പെടും. ഉമറിന്റെ ഈമാനിന്റെ കരുത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ ഖൽബിനെ ശുദ്ധീകരിച്ചവർ, ഖൽബിനെ നന്നാക്കിയവർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഓരോ സ്വഹാബികളെയും നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ നോക്കൂ നിങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വീക്ഷണ പ്രകാരം മുഴുവൻ സ്വഹാബികളും സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ സ്വഹാബത്തിന്റെ വഴി പിൻപറ്റി ജീവിക്കണമെന്നാണ്. നിങ്ങൾ നോക്കൂ, തഖ്വയുടെ വിഷയത്തിൽ, അള്ളാഹനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രഹസ്യ ജീവിതം ഏറെ ശ്രദ്ധയോടെ കൈവരിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ ഉമറിനെ കുറിച്ച്, ഉമറിന്റെ ഖൽബ് ഏറ്റവും കൂടുതൽ അല്ലാഹനെ സൂക്ഷിക്കുന്ന, രഹസ്യ ജീവിതത്തിൽ അല്ലാഹനെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്റെ ഉമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചൊരു ജനത, ലോകത്തിന് വലിയ മാതൃകകൾ കാണിച്ച ജനത, ഇനിയോ സ്വർഗം പ്രതീക്ഷിച്ച് ജീവിച്ചു അവർ മാത്രമല്ല, ത്യാഗം, ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചൊരു ജനത, അത് സ്വഹാബത്താണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സ്വഹാബത്തിനെ നമുക്ക് കാണാം. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് പ്രവാചകൻ കൽപ്പിച്ച ഓരോ കാര്യത്തിലും മുൻകടന്നവർ, അവരാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദീനിന്റെ മാർഗത്തിൽ അവരനുഭവിച്ച ത്യാഗം എത്ര. മക്കയിൽ നിന്നും മദീനയിലേക്ക് ആട്ടിയോടിച്ച സമയത്ത് സഹോദരങ്ങളെ, ചില്ലറ പ്രതിസന്ധികളല്ല അവർ നേരിട്ടത്, അവർ അനുഭവിച്ചത് അള്ളാന്റെ മാർഗത്തിൽ, അള്ളാഹ്ക്കു വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു യുദ്ധഭൂമികളിൽ. എന്തിന്റെ പേരിൽ? ദീനിനു വേണ്ടി, തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി. നമുക്കൊന്നും ഒരു പോറൽ സംഭവിക്കാതെ ഈ ആദർശമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരു പരിക്ക്, ഒരു ഖൽബിലേക്കൊരു വേദന പോലും ഈ ദീന് പറയുന്നത് കൊണ്ടോ, ഈ ദീന് പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലെങ്കിൽ, ഈ സ്വഹാബത്ത് പോയ സ്വർഗമാണ് നമ്മളൊക്കെ കൊതിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പിടഞ്ഞു വീണവർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പിടഞ്ഞു വീണവർ, കാലിന് വെട്ടേറ്റ് ഈ മഹാന്മാരായ സ്വഹാബത്ത് വീഴുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ബദറിന്റെ ഭൂമിയിൽ ആ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നേരിടുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു
ദ്വന്ദ്വയുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മഹാന്മാരായ സ്വഹാബത്ത് കാലിന് വെട്ടുകിട്ടിയിട്ട് ഉബൈദ റളിയല്ലാഹു അൻഹു താഴെ വീഴുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ഉബൈദ റളിയല്ലാഹു അൻഹു താഴെ വീഴുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് താഴെ വീഴുന്ന സമയത്ത് സ്വഹാബ ശത്രുക്കൾ മാറി മാറി വെട്ടുന്ന രംഗം ആ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കിടത്തിയ സമയം ചരിത്രത്തിൽ നമ്മൾ വായിക്കണില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കിടത്തിയ സമയം അയ്യൂബ് മഹാനായ സ്വഹാബിയുടെ വാക്ക്, എന്റെ ശരീരം ഇതാ ഈ കിടക്കുന്ന സ്ഥലത്തെങ്ങാനും ഞാൻ കിടന്നു മരിച്ചാൽ ശുഹദാഇന്റെ കൂലി എനിക്ക് കിട്ടാതെ പോകുമെന്ന് പേടിച്ചവർ, അതിനെ ഭയന്നവർ, ആ രൂപത്തിൽ ഖൽബിനെ സഹോദരങ്ങളെ പാകപ്പെടുത്തിയവർ, ആ ശുഹദാഇന്റെ പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടോ, യുദ്ധം നടന്ന സ്ഥലത്തു നിന്ന് എന്നെ മാറ്റിക്കിടത്തിയാൽ എന്ന് ചിന്തിച്ചു പോയ ഒരു ഖൽബ് അവർക്കുണ്ടെങ്കിൽ അതായിരുന്നു സ്വഹാബത്തിന്റെ പ്രത്യേകത. നോക്കൂ, ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബദറിലേക്ക് വരുന്നുണ്ട്. ബദറിന്റെ ഭൂമിയിലേക്ക് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിക്കാൻ. ഹാരിസ് എവിടെയെന്നല്ല, ഹാരിസ് ബദറിൽ ഷഹീദായിട്ടുണ്ട്, രക്തം വാർന്നൊലിച്ച് വീണിട്ടുണ്ട്. റസൂലേ, എനിക്കൊരു കാര്യം അറിയേണ്ടതുള്ളൂ, എന്റെ മകനെക്കുറിച്ച് എനിക്കറിയണം, എന്റെ മകനെക്കുറിച്ച് എനിക്കറിയണം. അവൻ ഷഹീദായി എന്ന ആളുകൾ പറയുന്നു റസൂലേ, പക്ഷേ ശുഹദാക്കളുടെ ദറജയിലേക്ക് അവൻ ഉയർന്നിട്ടുണ്ടോ? നാളെ പരലോകത്ത് അവന്റെ അവസ്ഥ എന്താണ്? എന്റെ ഹാരിസിന്റെ ശരീരത്തിലെ ഈ മുറിവുകളും വെട്ടുകളും കൊണ്ട് സ്വർഗം നേടിയെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് അവന്റെ ഈമാൻ ചോർന്നു പോയിട്ടുണ്ടോ നബിയെ എന്ന് ചോദിക്കുകയാണ് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉമ്മയോട്, യാ ഉമ്മ ഹാരിസ, ഹാരിസിന്റെ ഉമ്മ, നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണ്, നിങ്ങളുടെ മകൻ ഷഹീദാണ് എന്ന് കേൾക്കുമ്പോ ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാ എന്നും പറഞ്ഞു മടങ്ങുന്ന ഒരു ഉമ്മയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ മക്കളെ സമ്മാനിച്ചവർ, അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുത്തവർ, അള്ളാന്റെ മാർഗത്തിൽ ശരീരം നൽകിയവർ, അള്ളാന്റെ മാർഗത്തിൽ സമയം ചെലവിട്ടവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതത്തെ മാറ്റിവെച്ചവർ, അവരാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനവധി ചരിത്രങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് പാഠങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യാസർ കുടുംബം അനുഭവിച്ച വേദനകളുടെ കണക്കെത്രേ സഹോദരങ്ങളെ, വേദനകളുടെ കണക്കെത്രേ, അത് ചില്ലറയല്ലല്ലോ. സ്വഹാബത്ത് എന്തുമാത്രം പ്രതിസന്ധികൾ അനുഭവിച്ചു. ഇനി അത് മാത്രമല്ല, കർമ്മരംഗത്ത് മുന്നേറിയവർ, ഇബാദത്തിന്റെ കാര്യത്തിൽ മുൻകടന്നവരാണ് സ്വഹാബികൾ. അമലിന്റെ വിഷയത്തിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിഷയത്തിൽ എല്ലാ മേഖലകളിലും അവർ മുൻകടന്നവരാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു വക്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അല്ല, ഒരു വക്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ഏത് സുബഹിന്റെ ജമാഅത്ത്, ഇസ്ലാമിക ചരിത്രത്തിലെ തുസ്തറി എന്ന പേരിൽ അറിയപ്പെട്ടൊരു യുദ്ധം, ശരിക്ക് കേൾക്കണം, തുസ്തറി എന്ന പേരിൽ അറിയപ്പെട്ടൊരു യുദ്ധം, 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന യുദ്ധമാണ് തുസ്തർ. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ യുദ്ധം നടക്കുന്ന കാലത്ത് അദ്ദേഹം പേർഷ്യയുമായി ബന്ധപ്പെട്ട ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ്. 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന യുദ്ധം. ആ യുദ്ധത്തിൽ പൂർണ്ണമായും മുസ്ലിമീങ്ങൾക്ക് വിജയ. പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ട് മരിക്കുന്ന കാലം വരെ തുസ്തറി എന്ന പേര് കേൾക്കുമ്പോഴേക്ക് അനസ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, തുസ്തർ നമുക്ക് വിജയം കിട്ടിയ യുദ്ധമല്ലേ, പിന്നെ എന്തിനാണ് തുസ്തർ എന്ന് കേൾക്കുമ്പോൾ അങ്ങ് കരയുന്നതെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 1.5 കൊല്ലക്കാലം നീണ്ടുനിന്ന തുസ്തർ യുദ്ധത്തിലെ ഇടയിലെ ഒരു ദിവസത്തിലാണ് ഒറ്റ പ്രാവശ്യം എന്റെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടത്. ഒറ്റത്തവണ എന്റെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടത് ഒറ്റത്തവണയാണ്, ഒറ്റത്തവണയാണ്. സഹോദരങ്ങളെ, നമുക്കെത്ര ജമാഅത്തുകൾ പോയി, നമുക്കെത്ര നിസ്കാരം പോയി, മനഃപൂർവ്വം എത്ര നമസ്കാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു അല്ലേ? മുസ്ലിമാണെന്ന് നെഞ്ചും വിരിച്ച് നടക്കുന്ന നമ്മുടെ ജമാഅത്തിന്റെ ഒരു ജമാഅത്ത് അള്ളാഹു സ്വീകരിക്കാൻ പാകതയിൽ നമ്മൾ കൽബ് തട്ടി നമ്മൾ ജമാഅത്തിന് പള്ളിയിലെത്തലുണ്ടോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കിതാൻ, ഒറ്റത്തവണ എന്റെ സുബഹിന്റെ ജമാഅത്ത് അതാ തുസ്തർ യുദ്ധത്തിന്റെ 1.5 കൊല്ലക്കാലത്തിനിടയിലെ ഒരു ദിവസത്തിലാണ്. തുസ്തർ എന്ന് കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ട ജമാഅത്തിനെ കുറിച്ച് ഞാൻ ഓർക്കും. എന്റെ റബ്ബാ നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ ഗതി എന്താകുമെന്നോർത്ത്
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിതുമ്പുമായിരുന്നു. ഇത് ചരിത്രം വായിക്കുന്നതിന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ് കർമ്മരംഗത്ത്, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? സ്വർഗത്തിലേക്ക് പോകുന്ന 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുമെന്ന് പഠിപ്പിച്ച മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വാചകണ്ട ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പ് നോറ്റതെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് നബിയെ കൈയുയർത്തുന്നതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു. മയ്യത്തിനെ അനുഗമിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് റസൂലേ. ആരാണെന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട് നബിയെ. കൈയുയർത്തിയതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അന യാ റസൂലല്ലാഹ്. എല്ലാ ചോദ്യത്തിലും അമലിന്റെ കാര്യത്തിൽ മുൻകടക്കുന്നതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻകടന്നിട്ടുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ നൽകിയൊരു സ്ഥാനമുണ്ട് സഹോദരങ്ങളെ. ആ സ്ഥാനം ഇസ്ലാമിക ചരിത്രത്തിൽ അവരെ പിൻപറ്റി ജീവിക്കുന്നതിൽ നമുക്കുള്ള നേട്ടമെന്താ? നമുക്ക് നഷ്ടപ്പെടുന്ന ജമാഅത്തും നമുക്ക് നഷ്ടപ്പെടുന്ന അമലുകളും അത് ചെറുതല്ല. അള്ളാന്റെ ദീനിനു വേണ്ടി ദഅവത്തിനൊരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരാൻ നമുക്ക് ബുദ്ധിമുട്ടാ. ഒരുപാട് തടസ്സങ്ങളാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വാക്കെന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ രാത്രി ഉറക്കൊഴിച്ച് അലാറം വെച്ച് എഴുന്നേറ്റ് ഫുട്ബോളിന്റെ കളി കാണാൻ വേണ്ടി 12:30 മണിക്ക് 2:30 മണിക്ക് പുലർച്ചെയുള്ള സമയങ്ങളിൽ പോലും തഹജ്ജുദിനൊന്നും വിളിച്ച സുബഹിന്റെ ജമാഅത്തിന് തന്നെ കൃത്യമായി എഴുന്നേൽക്കാൻ കഴിയാത്തവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ 2 റക്അത്ത് 3 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ ആളുകളാണ് ഇന്ന് അലാം വെച്ച് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് എഴുന്നേറ്റ് കളി കാണാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നത്. നമ്മുടെ ഈമാൻ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണ്ടേ? സ്വഹാബത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് രാത്രിയിൽ നമസ്കാരത്തിൽ മുഴുകുന്നവരായിരുന്നു അവർ എന്ന് കാണാം. അത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ മുൻകടക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിൽ ഉള്ളത് എടുത്തു കൊടുക്കുക, അള്ളാന്റെ മാർഗത്തിൽ ഉള്ളത് എടുത്തു കൊടുക്കുന്ന പ്രവണത അത് സ്വഹാബത്തിന്റെ ശീലമാണ്. അവർ ചെയ്ത ദാനധർമ്മത്തിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. സഹോദരങ്ങളെ, സമാനമായി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്നതിൽ മുൻകടന്നവരാണ് സ്വഹാബത്ത്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചവർ അവരാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബത്തിന്റെ മാർഗം നമ്മൾ പിൻപറ്റണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുവെച്ച അതേ സ്ഥലത്ത് കാലുവെക്കാൻ ശ്രമിച്ചവർ. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു നബിയെ, അതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു റസൂലേ എന്ന് പ്രഖ്യാപിച്ചവരാണ് സ്വഹാബത്ത്. അവർ പോയ സ്വർഗം നമുക്ക് കിട്ടുമോ? അതിനു വേണ്ട ജീവിതം നമ്മുടെ കൽബിനെ നമ്മൾ പാകപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ എല്ലാ രംഗവും, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, വ്യക്തി ജീവിതമാകട്ടെ, സ്വകാര്യ ജീവിതമാകട്ടെ, ഇടപാടുകളാകട്ടെ, എല്ലാ മേഖലയിലും അവരുടെ ജീവിത ചരിത്രത്തൊന്ന് മുന്നിൽ വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് എത്താൻ കഴിയുമെന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാം. മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിലൊന്നും തർക്കല്ല, അതിലൊന്നും നമുക്ക് ആർക്കും എതിരഭിപ്രായമല്ല. പക്ഷെ ഈ മരണത്തെ ചിലപ്പോൾ മറന്നുപോകലാണ് സാധാരണ നമുക്ക് സംഭവിക്കുന്ന അബദ്ധം. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അംഗീകരിച്ചനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സച്ചരിതരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒട്ടനവധി മാതൃകകൾ നമുക്കുണ്ട്. എല്ലാ രംഗങ്ങളിലും, വിശ്വാസരംഗത്ത്, തഖ്വയുടെ വിഷയത്തിൽ, ത്യാഗത്തിന്റെ വിഷയത്തിൽ, കർമ്മങ്ങളുടെ വിഷയത്തിൽ, പ്രവാചകനെ പിൻപറ്റുന്ന വിഷയത്തിൽ, കുടുംബജീവിതത്തിൽ, എല്ലാ മേഖലയിലും മാതൃകകൾ കാണിച്ചു തന്ന് ജീവിച്ചു പോയവരാണ് സച്ചരിതരായ സ്വഹാബത്ത്. അവരെ പിൻപറ്റുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിനൊന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയതുമാണ്.
സഹോദരങ്ങളെ, ഈ ജീവിതം അവർ നയിക്കുമ്പോൾ അവരുടെ കൽബ് ഭൗതികമായ നേട്ടത്തിന്റെ പിന്നാലെയായിരുന്നില്ല. സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത തന്നെ അവർ സ്വർഗം മുന്നിൽ കണ്ടവരാണ്. സ്വർഗം മുന്നിൽ കണ്ടവരാണ്. നിങ്ങൾക്ക് ഇന്ന ഇബാദത്ത് ചെയ്താൽ, ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി മുൻകടന്നവർ, അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ഒരുപാട് ആളുകൾ അള്ളാന്റെ സമ്പത്ത് കൊണ്ട് സ്വർഗം നേടുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് എന്ന് പരാതി പറയുന്നുണ്ട് പല ആളുകളും. റസൂലെ, അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് സ്വതക്കകൾ നൽകി ഉന്നതമായ സ്ഥാനം നേടുന്ന ആളുകൾ, ഞങ്ങളെ കയ്യിൽ സമ്പത്തില്ല, ഞങ്ങൾ പ്രതിഫലം നേടാൻ എന്താ മാർഗം? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അദ്കാറുകൾ പഠിപ്പിക്കുന്നുണ്ട്, ദിക്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറയുമ്പോൾ ഇത് സ്വഹാബത്ത്, പാവപ്പെട്ട സ്വഹാബികൾ അവരുടെ കയ്യിൽ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അതിന് തുല്യമായി അവർ മറ്റുള്ളവർ ചെയ്യുന്ന ദാനത്തിന് തുല്യമായി എത്താൻ ഞങ്ങളുടെ മാർഗം, ഞങ്ങളുടെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, സഹോദരങ്ങളെ, റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ സമ്പത്തുള്ളവനും ഇത് ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്, റസൂലെ, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞെന്നത് ദാനം ചെയ്യാൻ മാത്രം കഴിവുള്ള, സാമ്പത്തികമായി ശേഷിയുള്ളവരും ആ ദിക്റുകൾ ചൊല്ലുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വീണ്ടും പരാതിയിട്ട് വരികയാണ്. ആലോചിച്ച് നോക്കി, മുൻകടക്കാനുള്ള മാർഗം, സ്വർഗത്തിലേക്ക് കുതിച്ചു പോകാനുള്ള മാർഗം എന്താണ് എന്ന് അന്വേഷിക്കുന്നതിൽ അവർ മുന്നിലാണ്. എല്ലാ രംഗത്തും യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ മക്കൾ, സമ്പത്ത്, ഇതൊക്കെ എന്താകുമെന്നല്ല അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത. മറിച്ച് എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ സ്സമാവാതു വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം ആകാശഭൂമികളെക്കാൾ വിശാലമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണമെന്നല്ല പറയുമ്പോൾ അതിലേക്ക് വേണ്ടി ധൃതിപ്പെട്ടു വന്നവർ, രാത്രി നമസ്കാരങ്ങളിൽ മുഴുകിയവർ, പള്ളികളിൽ ഇഅ്തികാഫിരുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രബോധനത്തിന് വേണ്ടി നാടുവിട്ടവർ, ദീനിനു വേണ്ടി മറ്റു ദിക്കുകളിലേക്ക് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നാട് വിട്ടുപോയവർ എത്രയെത്ര ത്യാഗങ്ങൾ സഹിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശാരീരികമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ, അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൽബിലെ ലക്ഷ്യം സ്വർഗമാണ്. ആ ലക്ഷ്യം നമ്മൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൽബിൽ നിന്ന് ആ ചിന്താഗതി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം. റഹ്മാനായ റബ്ബ് ധാരാളം സ്വർഗം മുന്നിൽ കണ്ട് ധാരാളം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഇങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഇതിനേക്കാൾ വലിയ മാതൃക ഇനി വേറൊന്നും വരാനില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ മാതൃക, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹിന്റെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അങ്ങനെ പകർത്തി ജീവിച്ച ആ സ്വഹാബത്ത്, അവർ നമുക്ക് നമ്മുടെ മുന്നിലുള്ള റോൾ മോഡലുകളാണ്, നമ്മുടെ മുന്നിലുള്ള മാതൃകയാണ് എല്ലാ മേഖലയിലും. കാരണം അവർ റസൂലുള്ളാഹിനെ കണ്ട് ജീവിച്ചവരാണ്. റസൂലുള്ളാഹിന്റെ ജീവിതമോ, ഹബീബിന്റെ ജീവിതം, അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആ ഒരു ജീവിതചര്യയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴി എന്ന് മനസ്സിലാക്കി ആ സലഫുകളുടെ മാർഗം കൃത്യമായി പിൻപറ്റി മുന്നോട്ട് ചലിക്കാൻ നമുക്ക് സാധിക്കണം. വിശിഷ്യ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് സ്വഹാബത്തിനെ പിൻപറ്റണം. സ്വഹാബത്ത് എങ്ങനെ പ്രമാണം സ്വീകരിച്ചു? റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് അവർ എതിര് നിൽക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, അത് കേട്ടോ, അത് പിൻപറ്റി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു ജീവിത ശൈലിയാണ് അവരെ സ്വർഗത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുന്ന ആളുകളായി മാറാൻ അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു. ഇടയ്ക്ക് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ സഹോദരങ്ങൾ എത്രയാണ് സുഹൃത്തുക്കളെ. ദിനേന നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന മരണവാർത്തകൾ അത് ചെറുതല്ലല്ലോ. പക്ഷേ നമ്മളും ഒരു ദിവസം ഇതുപോലെ യാത്ര പോകാനുള്ളവരാണെന്ന ഓർമ്മ നമ്മുടെ കൽബിൽ നിന്ന് പോയിക്കൂടാ, നമ്മുടെ കൽബിൽ നിന്ന് വിട്ടുകൂടാ. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും
നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതും എല്ലാം ഇവിടെ ഇട്ടിട്ട് അതേ 6 കാലുള്ള വാഹനത്തിൽ കയറി 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത് എന്താ? അന്ന് നമ്മുടെ ജീവിത വിശ്വാസത്തിന്റെ വിശുദ്ധിയും നമ്മുടെ സ്വഭാവരംഗത്തുള്ള വിശുദ്ധിയും ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ച് ജീവിച്ചവർക്കും അമലുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയവർക്കും നാളെ ഖബറിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അവസാനം ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പള്ളിയിലുള്ള കലക്ഷൻ അത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇൻഷാ അള്ളാഹ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശം, നിങ്ങളൊക്കെ യാത്ര ചെയ്ത് വരാറുള്ളൊരു പ്രദേശമാണല്ലോ ഗൂഡല്ലൂരിലെ ആ പ്രദേശം എന്നുള്ളത്. അവിടെ ഫസ്റ്റ് മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 22 സെന്റ് സ്ഥലം, 22 സെന്റ് സ്ഥലം, അവിടെ ഒരു ഹിഫ്ള് പഠിക്കണമെങ്കിൽ, ഒരു അഖീദ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിഫ്ള് പഠിക്കണമെങ്കിൽ ആ തൗഹീദ് ഉൾക്കൊണ്ട ഒരു സ്ഥാപനം എന്ന നിലക്ക് ഇന്ന് മുകൾ ഭാഗത്തില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം, യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരണം. അപ്പം അവിടെയുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കാനും ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നൊരു പ്രദേശം എന്ന നിലക്ക് അവിടെ ഒരു ഹിഫ്ളിൻ്റെ സ്ഥാപനവും അവിടെ ഒരു പള്ളിയും അവിടെ ഒരു മദ്രസ സംവിധാനവും പിന്നെ നമ്മുടെ QHLS-ഉം അതുപോലെ വിജ്ഞാനവേദികളും മറ്റു ദഅവാ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കണമെങ്കിൽ നമുക്കൊരു സ്ഥാപനം വേണം. നമുക്ക് തൗഹീദ് ഉൾക്കൊണ്ട കുടുംബങ്ങൾ എന്ന നിലയ്ക്കൊരു 42ഓളം കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ് അവിടെ ഉണ്ട്. ആ ഒരു യൂണിറ്റിൽ ആ ഒരു പ്രദേശത്തുണ്ട്. 1200ഓളം മുസ്ലിം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല ഈ നമ്മൾ ഇപ്പോൾ സ്ഥലം എടുത്തിട്ടുള്ള, അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുവട്ടാരങ്ങളിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പള്ളികളൊന്നുമില്ല, ഒരു സംഘടനയുടെ പള്ളിയും പരിസരത്തില്ല. ആ അങ്ങാടിയിലുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ ആ ഒരു പള്ളിയാണ്. ഫസ്റ്റ് അങ്ങാടിയിൽ പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിട്ട് തൊട്ടപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. പക്ഷേ ഈ അങ്ങാടിയിലൊരു പള്ളി ഈ ഒരു പള്ളിയായിരിക്കും ഇൻഷാ അള്ളാഹ്. ആ അങ്ങാടിയിലുള്ള ആളുകൾക്ക് നമസ്കരിക്കാനും ആ അങ്ങാടിയുടെ ആ ഒരു റോട്ടിൻ്റെ ഹൈവേൻ്റെ ഓരത്താണ് പള്ളി. ഗൂഡല്ലൂരിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ ഉള്ള ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ഭവനം, അള്ളാഹുവിൻ്റെ ഒരു ഭവനം അവിടെ വരണം. അപ്പം അതിന് സാമ്പത്തികമായി നമുക്ക് സ്ഥലത്തിന് മാത്രം ഏകദേശം ഒരു 3,30,00,000 രൂപയാണ് സ്ഥലത്തിൻ്റെ വില. 22 സെന്റ് സ്ഥലമാണ്, ഒരൊറ്റ പ്ലോട്ടാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് സഹോദരിമാർക്ക് സാമ്പത്തികമായി ആഭരണങ്ങൾ കൊണ്ട് സഹായിക്കാനൊക്കെ കഴിയും. അതിന് കഴിയുന്നവർ ആ രൂപത്തിൽ സഹകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം വലിയ തുകയാണ്. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കൊണ്ട് എല്ലാവരും ഒന്ന് കൈവെക്കുമ്പോഴാണ് അത്തരമൊരു സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ ഉയർന്നു വരുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ ഒരു ജില്ലക്ക് തന്നെ വലിയൊരു വെളിച്ചമായി മാറുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അവിടുന്ന് പ്രവർത്തകൻ വന്നിട്ട്, അവിടുത്തെ സുഹൃത്ത് വന്നിട്ടുണ്ട്, അവിടുത്തെ പ്രവർത്തകൻ വന്നിട്ടുണ്ട്. കാര്യമായി തന്നെ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖബറിലേക്ക് പോയാൽ ഒരു ജാരിയായ സ്വതക്ക, നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വെളിച്ചം കിട്ടുന്നൊരു സ്വതക്ക, അത് അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ ഭവനത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ സ്വതക്കയാണ്. അത് നമ്മുടെ ഖബറിൽ നമുക്ക് വെളിച്ചായിട്ടുണ്ടാവും. ആ സ്വതക്കയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഉള്ള സമ്പത്ത് നമ്മൾ ധാരാളം കൊടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്കതിൽ വർധനവ് തരും. പിശുക്കി വെച്ചാൽ സഹോദരങ്ങളെ അതിൽ വർധനവുണ്ടാവില്ല. അള്ളാഹ് തരണമെങ്കിൽ കൊടുക്കണവൻ്റെ കയ്യിലെ, ദാനം ചെയ്യുന്നവൻ്റെ കരങ്ങളിലെ അള്ളാഹു സമ്പത്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളതിലൊന്ന് ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മൾ ഈ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർ, നമ്മുടെ ഈ പള്ളിയിലെ കാരണവരായ ഉമ്മർക്ക, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. റഹ്മാനായ റബ്ബ് പരിപൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ ഖൽബ് നിറയെ നൽകുമാറാവട്ടെ. ആ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരം അല്ലാഹു അദ്ദേഹത്തിൽ സംഭവിച്ച പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വന്ന എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.